ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ അംഗീകരിക്കുന്നതിന് ഗവർണർക്ക് സമയപരിധി നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് സുപ്രീംകോടതിയുടെ അഭിപ്രായം തേടി രാഷ്ട്രപതി ദ്രൌപദി മുർമു. സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കശ്മീരിൽ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യത്തെ സംരക്ഷിക്കാനായി പോരാടിയ ധീര സൈനികരെ അഭിവാദ്യം ചെയ്യുന്നതായി രാജ്യരക്ഷാമന്ത്രി. തലസ്ഥാനത്ത് ആധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്മാർട്ട് റോഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. മെഡൽ പട്ടികയിൽ മഹാരാഷ്ട്ര മുന്നിൽ. വാർത്തകൾ വിശദമായി. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ അംഗീകരിക്കുന്നതിന് ഗവർണർക്ക് സമയപരിധി നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു സുപ്രീംകോടതിയുടെ അഭിപ്രായം തേടി. തമിഴ്നാട് സർക്കാരും ഗവർണറും തമ്മിലുണ്ടായിരുന്ന കേസിൽ ബില്ലുകൾ അംഗീകരിക്കുന്നതിന് ഗവർണർമാർക്ക് സുപ്രീംകോടതി 3 മാസം സമയപരിധി ഏർപ്പെടുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ചൂണ്ടിക്കാട്ടി ശ്രീമതി മുർമു സുപ്രീംകോടതിയിൽ നിന്നും ഇത് സംബന്ധിച്ച വ്യക്തത തേടിയത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യത്തെ സംരക്ഷിക്കാനായി പോരാടിയ ധീര സൈനികരെ അഭിവാദ്യം ചെയ്യുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ശ്രീനഗറിലെ ബദാമി ബാഗ് കന്റോൺമെന്റിൽ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ऑपरेशन सिंदूर के दौरान आपने जो कुछ भी किया है उस पर पूरे देश को गर्व की अनुभूति हो रही है. मैं अभी भले ही आपका रक्षा मंत्री हूं, लेकिन उससे पहले तो मैं भारत का एक नागरिक हूं. रक्षा मंत्री के साथ साथ मैं आज भारत के नागरिक के रूप में भी आप सबके प्रति आभार व्यक्त करने के लिए यहां मौजूद हूं. ജമ്മു കശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി ശ്രീനഗറിലെത്തിയ രാജ്യരക്ഷാമന്ത്രിയെ ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും അനുഗമിക്കുന്നുണ്ട്. ജമ്മു കശ്മീരിൽ പുൽവാമ ജില്ലയിലെ അവന്തിപ്പോറയിൽ ഇന്ന് പുലർച്ചെ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ജമ്മു കശ്മീർ പോലീസും സേനയും തിരച്ചിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചരിത്ര വിജയത്തിന് ആദരമർപ്പിച്ച് രാജ്യത്തുടനീളം തിരംഗായാത്ര സംഘടിപ്പിക്കുന്നു. ഇന്ന് ജമ്മു കാശ്മീരിൽ ജില്ലാ, മണ്ഡലം, വാർഡ് തലങ്ങളിൽ തിരംഗായാത്രകൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് നാളെ കൊല്ലത്തും കണ്ണൂരും കോഴിക്കോടും ത്രിവർണ്ണ സ്വാഭിമാന യാത്ര നടക്കും. തിരുവനന്തപുരത്ത് ഇന്നലെയായിരുന്നു തിരംഗായാത്ര. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം ഈ മാസം 23-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 21-ന് കാസർഗോഡാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഭരണനേട്ടങ്ങൾ പൊതുജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കുന്നതിനും വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനും ജില്ലാ, മേഖലാതല അവലോകന യോഗങ്ങളും ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. സർക്കാരിന്റെ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ എന്റെ കേരളം പ്രദർശന വിപണന കലാമേള നാളെ ആരംഭിക്കും. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 22 വരെയാണ് പ്രദർശനം. പ്രവേശനം സൌജന്യമാണ്. തിരുവനന്തപുരം കനകക്കുന്നിൽ ശനിയാഴ്ച മുതൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ ആധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 4 മണിക്ക് മാനവീയം വീഥിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 12 റോഡുകൾ പൂർണ്ണമായി പുനർനിർമ്മിക്കുകയും 28 റോഡുകൾ നവീകരിക്കുകയുമാണ് ചെയ്തത്. ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഏപ്രിൽ 3-ന് ആരോഗ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ ആശമാർ ആവശ്യപ്പെട്ട വിഷയങ്ങൾ സമഗ്രമായി പരിശോധിച്ച് 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ നേതൃത്വം നൽകുന്ന സമിതിയെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ 55 നിർണായക റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചെലവ് മുഴുവനായി ഏറ്റെടുക്കാൻ തീരുമാനിച്ചതായി അറിയിച്ച് ദക്ഷിണ റെയിൽവേ. പദ്ധതികളുടെ 50% ചിലവ് വഹിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാതെ വന്നതോടെയാണ് തീരുമാനം. ഇതിൽ അനുമതി ലഭിച്ച 18 മേൽപ്പാലങ്ങളുടെ നിർമ്മാണം 18 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. സംസ്ഥാനത്തെ തിരക്കേറിയ റെയിൽവേ ക്രോസിംഗുകളിൽ 126 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനാണ് അംഗീകാരം ലഭിച്ചിരുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളിൽ ഒരാളായ CISF കോൺസ്റ്റബിൾ മോഹൻകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാഹനമോടിച്ചിരുന്ന CISF സബ് ഇൻസ്പെക്ടർ വിനയ് കുമാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു സംഭവം. മലയാളിയുടെ പ്രിയപ്പെട്ട അഭിനേതാവും നാടൻപാട്ട് കലാകാരനുമായിരുന്ന കലാഭവൻ മണിയുടെ പേരിലുള്ള സ്മാരകത്തിന് ഈ മാസം 27-ന് തറക്കല്ലിടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിൽ നടത്തിയ ജില്ലാതല യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഫോക്ലോർ അക്കാദമി വഴി 3 കോടി രൂപയുടെ നിർമ്മാണ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്.
ശബരിമല ക്ഷേത്രത്തിൽ ഇടവമാസ പൂജകൾക്ക് തുടക്കമായി. ഇന്നലെ വൈകിട്ട് 5-നാണ് നട തുറന്നത്. നട അടയ്ക്കുന്ന ഈ മാസം 19 വരെ പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 6 ദിവസത്തിനിടെ ഹജ്ജ് കർമ്മത്തിനായി യാത്ര തിരിച്ചത് 1360 പേർ. തീർത്ഥാടകരിൽ 1124 സ്ത്രീകളും 236 പുരുഷന്മാരും ഉൾപ്പെടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. ഇന്ന് പുലർച്ചെ 169 തീർത്ഥാടകരാണ് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത്. രാത്രി 7:45-ന് 171 യാത്രക്കാരും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ജിദ്ദയിലേക്ക് പോകും. ഇത്തവണ കണ്ണൂരിൽ നിന്ന് 4800ഓളം തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. തീർത്ഥാടകർക്ക് എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിൽ 24 മണിക്കൂറും ഹജ്ജ് ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാസം 29 വരെയാണ് കണ്ണൂരിൽ നിന്നുള്ള ഹജ്ജ് സർവീസ്. ബീഹാറിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. പട്നയിലെ പട്ലിപുത്ര സ്പോർട്സ് കോംപ്ലക്സിൽ വൈകുന്നേരം പ്രൌഢഗംഭീരമായ സമാപന ചടങ്ങ് നടക്കും. ഈ മാസം 4-നാണ് യൂത്ത് ഗെയിംസിന് തുടക്കമായത്. 56 സ്വർണവും 45 വെള്ളിയും ഉൾപ്പെടെ 149 മെഡലുകളുമായി മഹാരാഷ്ട്ര ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. 35 സ്വർണം നേടിയ ഹരിയാന രണ്ടാം സ്ഥാനത്തും 22 സ്വർണവുമായി രാജസ്ഥാൻ മൂന്നാമതുമാണ്. 12 സ്വർണം ഉൾപ്പെടെ 25 മെഡലുകളുമായി കേരളം 8-ാം സ്ഥാനത്താണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പിങ്ക് 2020 ചലഞ്ചേഴ്സ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ പേൾസിനെതിരെ എമറാൾഡിന് 82 റൺസ് വിജയലക്ഷ്യം. തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് ഗ്രൌണ്ടിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പേൾസ് നിശ്ചിത ഓവറിൽ 81 റൺസ് എടുത്തിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 169 പോയിന്റ് നഷ്ടത്തിൽ 81,151-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 27 പോയിന്റ് ഇടിഞ്ഞ് 24,641-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 195 രൂപ കുറഞ്ഞ് 8,610 രൂപയും പവന് 68,880 രൂപയുമാണ് ഇന്നത്തെ വില. മധ്യവേനൽ അവധിക്കാലം അവസാനിക്കാൻ ദിവസങ്ങൾ ശേഷിക്കെ തേക്കടിയിൽ സഞ്ചാരികളുടെ വൻ തിരക്ക്. വന്യമൃഗങ്ങളെ കാണാനും ബോട്ടിംഗ് ആസ്വദിക്കാനും ദിവസേന നിരവധി സഞ്ചാരികളാണ് തേക്കടിയിലേക്ക് എത്തുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. റിസർവിന് നടുവിലെ തേക്കടി തടാകത്തിലൂടെയുള്ള ബോട്ടിംഗാണ് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത്. കാടിന്റെ വന്യതയെ അടുത്തറിഞ്ഞും വന്യമൃഗങ്ങളുടെ ചിത്രങ്ങൾ പകർത്തിയുമുള്ള ബോട്ടിംഗ് സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിക്കുക. വനം വകുപ്പിന്റെയും KTDCയുടെയും 4ഓളം ബോട്ടുകൾ സഞ്ചാരികൾക്ക് ലഭ്യമാണ്. ബോട്ടിംഗ് കൂടാതെ ബാംബു റാഫ്റ്റിംഗ്, നൈറ്റ് ഫോറസ്റ്റ് ട്രെക്കിംഗ്, വനം മ്യൂസിയം സന്ദർശനം തുടങ്ങി നിരവധി പരിപാടികളിൽ പങ്കെടുക്കാൻ സന്ദർശകർക്ക് അവസരമുണ്ട്. കുടുംബമായി എത്തുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടം കൂടിയാണ് തേക്കടി. വയനാട് മേപ്പാടി 900 കണ്ടിയിൽ വിനോദസഞ്ചാരികൾ താമസിച്ച ഷെഡ് തകർന്ന് പെൺകുട്ടി മരിച്ചു. മലപ്പുറം അകമ്പാടം സ്വദേശിനി നിഷ്മയാണ് മരിച്ചത്. 15 വയസ്സായിരുന്നു. മലപ്പുറത്ത് വന്യജീവി ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. ടാപ്പിംഗ് തൊഴിലാളിയായ കാളികാവ് കല്ലാമൂല സ്വദേശി അബ്ദുൽ ഗഫൂറാണ് മരിച്ചത്. വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശത്ത് പുലിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വയനാട് മാനന്തവാടിയിൽ വനത്തിനുള്ളിൽ കാണാതായ വയോധികയെ കണ്ടെത്തി. ഊന്നുകല്ലിങ്കൽ സ്വദേശി ലീലയെയാണ് മണിയൻകുന്ന് മലയിൽ വനമേഖലയിൽ നിന്നും RRT സംഘം കണ്ടെത്തിയത്. ഈ മാസം 12-നാണ് ഇവരെ കാണാതായത്. യുവ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആക്രമണത്തിനിരയായ അഭിഭാഷകയ്ക്ക് കോൺഗ്രസും UDF-ഉം പൂർണ്ണ പിന്തുണ അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി ഈ മാസം 19-ന് ആലപ്പുഴ ജില്ലയിൽ യോഗം ചേരും. ഉൾനാടൻ മത്സ്യബന്ധന മേഖല നേരിടുന്ന വെല്ലുവിളികളും വേമ്പനാട്ടുകായൽ ഉൾപ്പെടെയുള്ള ഉൾനാടൻ ജലാശയങ്ങളിലെ മാലിന്യ പ്രശ്നവും ജില്ലാതല ഉദ്യോഗസ്ഥരുമായി സമിതി ചർച്ച ചെയ്യും. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരിൽ നിന്നും പരാതികൾ സ്വീകരിക്കും. ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ നാദിർ ഗ്രാമത്തിൽ ഇന്ന് സുരക്ഷാ സേനയുമുണ്ടായ വെടിവയ്പിൽ 3 ജെയ്ഷെ-ഇ-മുഹമ്മദ് ഭീകരർ കൊല്ലപ്പെട്ടു. ആസിഫ് അഹമ്മദ് ഷെയ്ഖ്, ആമിർ നസീർ വാനി, യാവർ അഹമ്മദ് ഭട്ട് എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്ന് സൈനിക വൃത്തങ്ങൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ അംഗീകരിക്കുന്നതിന് ഗവർണർക്ക് സമയപരിധി നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് സുപ്രീംകോടതിയുടെ അഭിപ്രായം തേടി രാഷ്ട്രപതി ദ്രൌപദി മുർമു. സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മുകശ്മീരിൽ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യത്തിനായി പോരാടിയ ധീര സൈനികരെ അഭിവാദ്യം ചെയ്യുന്നതായി രാജ്യരക്ഷാമന്ത്രി. തലസ്ഥാനത്ത് ആധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്മാർട്ട് റോഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. മെഡൽ പട്ടികയിൽ മഹാരാഷ്ട്ര മുന്നിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.